IPL വിജയ വഴിയിൽ തിരിച്ചെത്താൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ഇറങ്ങുകയാണ്. ഇന്ന് രാത്രി 7:30 മണിക്ക് നടക്കുന്ന എവേ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് എതിരാളികൾ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. മോർണിംഗ് ഷോയിൽ അനിൽ വാസുദേവ്, ഗുഡ് മോർണിംഗ്. പറയൂ, എന്താണ് മത്സരത്തിന്റെ കടുപ്പം ഇന്ന് എങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ് എസ്. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മറ്റൊരു മത്സരത്തിന് ഇറങ്ങുകയാണ്. പ്രത്യേകിച്ച് MS ധോണി എന്ന് പറയുമ്പോൾ തന്നെ ആരാധകർ വലിയ ആവേശത്തിലാണ്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ തോറ്റെങ്കിലും അവസാന നിമിഷത്തിലെ ധോണിയുടെ വെടിക്കെട്ട് ഇപ്പോഴും അതിൻ്റെ ഒരു ആവേശത്തിൽ നിന്ന് ചെന്നൈയുടെ ആരാധകർ മാറിയിട്ടില്ല. 16 പന്തിൽ പുറത്താകാതെ 37 ഒരു വിൻറ്റേജ് ധോണിയെ കണ്ടെന്ന തരത്തിലാണ് ആരാധകരെല്ലാവരും പറയുന്നത്. ഇന്നും അത്തരമൊരു പ്രകടനം ധോണിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ധോണി ആദ്യം ഇറങ്ങുമെന്ന് തന്നെ, ബാറ്റ് ചെയ്യാനൊക്കെ ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് സൺറൈസേഴ്സിനെതിരെ അവരുടെ എവേ പോരാട്ടമാണ് ഇന്ന് ചെന്നൈക്കുള്ളത്. രാത്രി 7:30-ക്കാണ് ഈ മത്സരം. ചെന്നൈ ആദ്യ 2 മത്സരങ്ങളിൽ ചെപ്പോക്കിൽ ജയിച്ചെങ്കിലും അവരുടെ ആദ്യ എവേ മത്സരത്തിൽ തോറ്റു ഡൽഹിയോട്. ഇന്ന് വീണ്ടും ഒരു എവേ മത്സരമാണ്. അപ്പോൾ ഈ കളത്തിലെ വമ്പ് മാത്രമല്ല, സ്വന്തം തട്ടകത്തിലെ വമ്പ് മാത്രമല്ല, എതിരാളിയുടെ തട്ടകത്തിലും ജയിക്കാനാവും എന്ന് തെളിയിക്കേണ്ടതുണ്ട് ചെന്നൈക്ക്. അങ്ങനെ ഒരു പ്രകടനം തന്നെയാണ് ടീം ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ ബാറ്റിങ്ങിലെ ടോപ്പ് ഓർഡറിലെ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആദ്യ 2 മത്സരങ്ങളിൽ വലിയ തുണയായ രച്ചിൻ രവീന്ദ്രയും ശുഭൻ ദുബെയോടക്കമുള്ളവർ കഴിഞ്ഞ മത്സരത്തിൽ ഫോം ആവാത്തത് വലിയ തിരിച്ചടിയായി. പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഫോം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ ഇറങ്ങുന്നത്. ബൗളിംഗ് നിരയിലും വലിയൊരു തിരിച്ചടി ഏറ്റിരിക്കുന്നത് ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാൻ 2020 ലോകകപ്പിൻ്റെ വിസ നടപടികൾക്കായി ബംഗ്ലാദേശിലേക്ക് മടങ്ങിപ്പോയിരുന്നു. അദ്ദേഹം ഇന്നലെ തിരിച്ചെത്തിയെങ്കിൽ പോലും ഈ 2 മത്സരങ്ങൾ നഷ്ടമാകും എന്നാണ് അറിയുന്നത്. 7 വിക്കറ്റുമായി ടൂർണമെൻറ്റിലെ തന്നെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായ മുസ്തഫിസറിൻ്റെ അഭാവം വലിയ രീതിയിൽ തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഒരുപക്ഷെ ഷർദുൽ താക്കൂറോ ഇല്ലെങ്കിൽ മദീഷ പാദ്രാനയോ ആയിരിക്കും, തീഷ്ണയോ ആയിരിക്കും ഇന്ന് ആദ്യ 11-ലേക്ക് തിരിച്ചെത്തുക എന്നാണ് അറിയേണ്ടത്. ഹൈദരാബാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ഥിരതയില്ലായ്മ സ്ഥിരമാക്കിയ ഒരു ടീമാണ് ഹൈദരാബാദ്. ഇടയ്ക്ക് വലിയ രീതിയിൽ അടിച്ചു കയറും, അത് അടുത്ത മത്സരത്തിൽ വലിയ രീതിയിൽ പൊളിഞ്ഞു പോകുന്ന ഒരു ബാറ്റിംഗ് നിര അതാണ് കാണുന്നത്. ആദ്യ 2 മത്സരങ്ങളിലും 200 റൺസൊക്കെ അടിച്ച ഒരു ടീം. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ വലിയ രീതിയിൽ നിരാശപ്പെടുത്തി 162-ലേക്ക് ഒതുങ്ങി. അവരുടെ വമ്പൻ ബാറ്റർമാർ ഇന്നും വലിയ പ്രകടനം കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇന്നൊരു ആവേശകരമായ മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2 തെക്കേ ഇന്ത്യൻ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വലിയൊരു വീറുറ്റ പോരാട്ടം തന്നെ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേർക്കുനേർ പോരാട്ടങ്ങളിലൊക്കെ തന്നെ ചെന്നൈക്കാണ് വലിയ മുൻതൂക്കം. പക്ഷേ അത് കളത്തിൽ ഇന്ന് കാണാൻ ഉണ്ടാവില്ല. ആ ഒരു മുൻതൂക്കം ഒന്നും ഉണ്ടാവില്ല. ഒരു ശക്തമായ പോരാട്ടം, ഒപ്പത്തിനൊപ്പമായ ഒരു പോരാട്ടം തന്നെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. SK. താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് അനിൽ വാസുദേവാണ്, സ്പോർട്സ് ഡെസ്കിൽ നിന്ന്.